അപ്പൊ ഈ സംഭവത്തിന് എങ്ങനെ പുറകിൽക്കാക്കാൻ നോക്കിയാലോ? അപ്പൊ ഭയങ്കര സിമ്പിളാണ്. ഞാൻ പറഞ്ഞ ചെയ്തായി നിൽക്കാൻ പറ്റും. നേരെ വീട്ടിലേക്കാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് വേണ്ട വീഡിയോയുടെ ക്യാപ് കട്ടിൽ റെഡി ആക്കി വെക്കുക. അതിനുശേഷം അന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. നെക്കിയിട്ടൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ കിടപ്പുണ്ടാവും, അത് ഞെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഓവർലേ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. നെക്കിയിട്ട് നെക്കി പിടിക്കണം. ഒന്ന് ഹോൾഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് നീക്കാനൊക്കെ പറ്റും. ഒന്ന് നീക്കി വെക്കുക. എന്നിട്ട് ആ വീഡിയോൻ്റെ കറക്റ്റ് താഴെ തന്നെ കൊണ്ടുവന്ന് വെക്കണം. നേരെയല്ലേ, കറക്റ്റ് നേരെ തന്നെ കൊണ്ടുവന്ന് വെക്കുക വീഡിയോ ആ ഓവർലേ ചെയ്തത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് ഒന്ന് പോകുമ്പോൾ ആ ഓവർലേയിൽ ചെന്ന് നെക്കി പോകുമ്പോൾ റിമൂവ് ബീച്ച് എന്നൊരു സംഭവം കിടക്കുന്നുണ്ടാവും. അതിൽ നിൽക്കുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാണ് ആ ഓവർലേയുടെ. എന്നിട്ട് ഓട്ടോ റിമൂവൽ എടുത്താൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിമൂവ് ആയി കിട്ടും. അപ്പോൾ അതും കൂടി റിമൂവ് ചെയ്തിട്ട് ഒന്ന് മൊത്തം ബാക്ക് വരാം. അതിനുശേഷം നിങ്ങൾ ആഡ് ടെക്സ്റ്റ് ആക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യണത്, ഹേ ഗൈസ് അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യണത്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ആയതിനാണ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ടെക്സ്റ്റിലൊന്ന് ഞെക്കിയിട്ട് അങ്ങ് അറ്റത്തേക്ക് പോകുമ്പോൾ ലെയർ എന്നൊരു സംഭവം ഉണ്ടാവും, അതിൽ ഞെക്കണം. അതിനുശേഷം അതിന് ഞെക്കി പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങളുടെ ബിഹൈൻഡ് വരും, നിങ്ങളുടെ ബാക്കിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. കണ്ടൊന്ന് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.